എപ്പോഴാ എൻ്റെ സുന്നത്ത്? ചൊവ്വാഴ്ച. എങ്ങനെ പോണത്? ബസ്സിന് പോവാനും മാത്രം ദൂരം ഉണ്ടോ? ആരൊക്കെയാ വരണേ? കൊറേ ആളുണ്ടോ? എല്ലാരോടും പറഞ്ഞോ? ഇജ്ജ് ഒറ്റക്ക പോണത്? ഇയാളുണ്ടോ? ഞാൻ വരണോ? പറ്റുമോ? എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ ആരോടും വരാൻ പറയൂണ്ടി. പറ, എല്ലാരോടും വരാൻ പറയേ. ഹലോ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആദ്യയുടെ സുന്നത്ത് കല്യാണമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. തലേ ദിവസം ഉമ്മയുടെ ആങ്ങളയുടെ കുട്ടിയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കളിയിലാണ്. പിറ്റേ ദിവസം രാവിലെ ഒരു ചായ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രിപ്പറേഷനും അടുക്കളയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരം വെളുത്തിട്ടുണ്ട്. 6 മണി 6:30 ആയപ്പോഴായിരുന്നു ആദ്യ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൊതുവെ നേരത്തെ എഴുന്നേക്കാൻ കുറച്ച് മടിയാണ് ആദ്യക്ക്. ചിണുക്കൊക്കെയാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുന്നതും കാണാം. അങ്ങനെ രാവിലെ കുളിയും ചായ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അതിനെ റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ആദ്യം ഉമ്മയും ഉപ്പയമ്പാടെ പോയി എടുത്തതാണ്. അപ്പോൾ ലുലു ഒരുക്കി കഴിഞ്ഞ് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുകയാണ്. ലുലുവിൻ്റെ ഹസ്ബൻഡും ഉപ്പയും സാബ്രിക്കയും ഒക്കെ പാടെയാണ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് നെർവസ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പൊതുവെ ഇഞ്ചക്ഷൻ പേടിയാണ്. ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു പറയണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉപ്പയുണ്ടോ അകത്തേക്ക് കൊണ്ടുപോയത്. അകത്തേക്ക് കൊണ്ടുപോയി ഓൾറെഡി ഇഞ്ചക്ഷൻ കൊടുത്തിരുത്തിയത് കൊണ്ട് തന്നെ അധികം നേരമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സുന്നത്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഉപ്പ് എടുത്തിരുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് തന്നെ നടന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഞങ്ങൾക്ക് ചെറിയ ചമ്മലൊക്കെ ഉണ്ട്, എന്നാലും ചെറിയൊരു പുഞ്ചിരി ഉണ്ട്. ഇതാണ്. അങ്ങനെ വണ്ടിയിലേക്ക് കയറി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചായ പരിപാടി അറേഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ വീട്ടിൽ അയൽവക്കക്കാരും അതുപോലെ ഉമ്മയുടെ ഉപ്പയുടെ ഫാമിലിയും എല്ലാവരും ലുലുവിൻ്റെയും വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ലുലുവിൻ്റെ ഉപ്പ ഉണ്ടോ ഞൊട്ടുമാല ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും പാടെ വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചമ്മലും ഒക്കെ ഉണ്ടായിരുന്നു മുഖത്ത്. ഇഷ്ടപ്പെടുന്നൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും വന്നതൊക്കെ.